നമ്മൾ ഇത് ചെയ്യുന്നത് നഷ്ടമല്ലാതെ നമുക്ക് ലാഭമൊന്നുമില്ല. അടുത്ത വർഷം ചെയ്യുന്നില്ല എന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ ചീത്ത വിളിച്ച് അവന്റെ ക്ലാസ്സിലൊക്കെ ഇടിച്ച് ഇറങ്ങണമെന്ന് എന്തോ ഒരു ചെറിയ പാവത്തിനെ വിളിച്ചോന്നറിയോ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മേളിൽ ഇരിക്കുന്നവർ അത് കൈകാര്യം ചെയ്ത് തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ആ മന്ത്രി നമ്മളെ പ്രസാദ് വരെ വായിച്ചറിയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾ പഴക്കമുള്ള ഉമയനെല്ലൂർ ഏലയിൽ നടക്കുന്ന കൊയ്ത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഈ കൊയ്ത്തും അല്ലെങ്കിൽ ഈ വിളവെടുപ്പും ഒക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഇന്നും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൊയ്ത്തിന്റെ രീതി മാറി, അല്ലെന്നുണ്ടെങ്കിൽ വിളവെടുപ്പിന്റെ സ്വഭാവം മാറി, കാലാവസ്ഥ മാറി. എങ്കിലും ഈ കർഷകന്മാർക്ക് ഈ കൊയ്ത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ ഭയങ്കര ഒരു ഉത്സവമാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. വിളവെടുപ്പ് ഉത്സവകാലമാണെങ്കിൽ പോലും പലപ്പോഴും കർഷകർക്ക് അത് ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഞാന് എന്റെ 10ാമത്തെ വയസ്സിൽ, നീ 10 വയസ്സേ ഉള്ളു, 4ാം ക്ലാസ് പാസ്സായിട്ട് വയലിലിറങ്ങിയ ആളാ. ഇപ്പോഴും നമ്മള് വയലിൽ ജോലി ചെയ്യുന്നുണ്ട്. 73. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ? അതെ. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷവും പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പഴയ അഡ്വാൻസ് ആവുന്നുണ്ട്. എങ്ങനെയുണ്ട് ജോലിക്ക്? ഇല്ല, ഇതിനകത്ത് നമുക്ക് നഷ്ടമല്ലാതെ ലാഭമൊന്നും കിട്ടില്ല. കാരണം എല്ലാം കൂലി കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. പണ്ടെന്ന് പറയുന്നത് പദം കൊടുത്താ ചെയ്യുന്നത്. അപ്പൊ 4 വീട്ടുകാരിഞ്ഞോട്ട് ഇറങ്ങുമ്പോൾ 6 മണിക്ക് മുമ്പ് 10 വരെ കണ്ട കൊയ്ത് കലക്കി കയറും. 11 മണിയാകുമ്പോൾ തീരും. പിറ്റേന്ന് അടിച്ച് പദമാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് കൂലിയാണ് കൊടുക്കുന്നത്. ഇപ്പൊ വരമ്പ് കിട്ടുന്നവർക്ക് 1200. എനിക്ക് വലിയ കോസുകളുണ്ട്, എനിക്ക് ഇറങ്ങാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ എല്ലാം കൂലി കൊടുക്കുന്നവർ നഷ്ടമാണ്. കഴിഞ്ഞ വർഷം ലോൺ എടുത്തതിന്റെ 75,000 രൂപ ഇപ്പോഴും ഞാൻ കുറേശ്ശെ അടച്ചോണ്ടിരിക്കുക. തീരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ കൂലിയിലാണ് നമ്മൾ പെടുന്നത്. അപ്പൊ ഇത് തന്നെ 2500 രൂപ മണിക്കൂറിന്. കൃഷി ഓഫീസിന്റെ മിഷ്യനും ഇരിപ്പുണ്ട്, കൊയ്ത്തുകൂലി എല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ അത് ഈ പാർട്ടിക്കാർ, അതായത് ഈ പാർട്ടി എവിടെ ഉണ്ടോ അതെല്ലാം. ഞാൻ പാർട്ടിക്കാരനാ, ഞാൻ 65 CPM ചേർന്ന ആളാണ്. ഇപ്പൊ ഞാൻ CPI-കാരനാണ്. എന്നാലും തുറന്നു പറയുക, പറഞ്ഞു മനസ്സിലായി. നമ്മൾ ഇത് ചെയ്യുന്നത് നഷ്ടമല്ലാതെ നമുക്ക് ലാഭമൊന്നുമില്ല. ശീലിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങും. അടുത്ത വർഷം ചെയ്യുന്നില്ല എന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ സമയമാകുമ്പോ ഇറങ്ങും. നഷ്ടം. കാലാവസ്ഥ ഈ തവണ ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്നാലും ഇവിടുത്തെ പാടശേഖര സമിതി എല്ലാം കൂടെ പേപ്പറിനകത്ത് 100 മേനി മെനഞ്ഞ് കിടക്കുന്ന ഭയങ്കര ഇതാന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ കൊടുത്തിരുന്നു. ഇതൊക്കെ ആ മന്ത്രി നമ്മളെ പ്രസാദ് വരെ വായിച്ചറിയുന്നത്. കാര്യം ഇവിടെ വന്ന് അത് ചോദിച്ചറിയുന്നവർക്കേ അറിയൂ. നമ്മളെപ്പോലുള്ള കർഷകർക്ക് മാത്രമേ അതിനെ കുറിച്ച് അറിയത്തുള്ളൂ. ഇവിടെ ഇട്ടിരിക്കുന്നത് 20ഉം 19ഉം. ഇത് ചെറിയ വിത്തിന്റെ പേര് ഉമ. അവിടെ 20ഉം. പഴയ വിത്തുകളൊന്നും ഇപ്പൊ ഇല്ല. തവളക്കണ്ണ അഴിക്കുക എന്നും പറഞ്ഞിട്ട് ഒരുപാട് വിത്ത് അതൊന്നും ഇല്ല, എല്ലാം പോയി. വിളവ് ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ല. എന്നാലും നഷ്ടമാണ് നമുക്ക്. നമ്മൾ കൂലി കൊടുത്ത് ജീവിക്കുന്നുണ്ടാ. അതിൽ സ്വന്തമായിട്ട് പഴയ കണക്ക് പഴയ കാരണന്മാരുള്ള സമയത്തൊക്കെ നമ്മള് ഇവിടുന്ന് ഇല്ല. അവിടെ വള്ളിയമ്പലമുണ്ട്. ഇവിടെ വെള്ളം കയറി കിടക്കുമ്പോ കറ്റ കൊയ്ത് കയറി കരിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വരമ്പേ വരും. ഇന്ന് അങ്ങനെയുള്ള കുഴപ്പമില്ല. പിന്നെ ഇതുകൊണ്ട് ഇങ്ങോട്ട് അവിടെ ഒരു 30 സെന്റുണ്ട്, അവിടെ ഒരു 20 സെന്റുണ്ട് കൊയ്യാൻ. അത്രേ ഉള്ളൂ. നമ്മള് കൂടുതൽ ചെയ്യാൻ ഇപ്പൊ വയ്യ. കഴിഞ്ഞ വർഷം വരെയൊക്കെ 5 ഏക്കർ വരെ ചെയ്തായിരുന്നു. ഇപ്പൊ വയ്യാത്തോണ്ടാ ചെയ്യാത്ത, അത് നഷ്ടവും. ഉമയനെല്ലൂർ ഏലയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് ഫോട്ടോഷൂട്ടുകളാവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഈ ആളുകൾ വന്നിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. നല്ല കിടിലൻ സ്പോട്ടാണ് കൊല്ലത്തെ തന്നെ. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് ചില സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. പോലീസിന് കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു സമീപത്തെ വലിയ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടെന്ന് കേട്ടോ. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളൂ. വഴി പോകാനൊക്കത്തില്ല. പിന്നെ കാറുകാർക്ക് പോകാനൊക്കത്തില്ല. കഞ്ചാവ് അടിച്ചിട്ട് അവരെ ചീത്ത വിളിക്കുക. ഫാമിലി വന്നു കഴിഞ്ഞാൽ അവരെ കയ്യേറ്റം ചെയ്യുക.
നല്ല ശാന്തമായ ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തവരാ. ഞാൻ ജനിച്ചു വളർന്ന് ഞാൻ പോലും നോക്കി നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. കാര്യം അമ്മമാർ സ്വയംഭവത്തിലല്ല നിൽക്കുന്നത്. പിന്നെ പോലീസുകാർ വല്ലപ്പോഴും എത്തി നോക്കിയിട്ട് ഒരു കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരെന്തൊക്കെ കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഭയങ്കര സൗണ്ടിൽ ഭയങ്കര സ്പീഡിലാണ് പോണത്. ഇവിടെ തന്നെ 2 മരിച്ചു. എന്നിട്ടും ആമാര് പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ നോക്കും. ഈയിടെ ഒരു ഫാമിലി വന്നിട്ട് ഇവന്മാര് 18 വയസ്സിന് 20 വയസ്സിന് താഴെയുള്ള പിള്ളേര്, ഞാൻ ഇവിടെ നോക്കിയിരിക്കുക, 4 പിള്ളേർ റോഡിന് അടുക്കി കയറി ഇരിക്കുക, മാറത്തില്ല. ഫാമിലിയാ. അപ്പൊ പാവം അവിടെ ചവിട്ടി നിർത്തി. അയാൾ എന്താ ചെയ്യാൻ, അയാളെ ഫാമിലി വണ്ടി ഇരിക്കുന്നു പെൺമക്കളുമായിട്ട്. അപ്പൊ ഇവന്മാര് പതുക്കെ അങ്ങ് മാറിയപ്പോഴത്തേക്ക് ഇയാൾ ചോദിച്ചു, നിങ്ങളങ്ങ് മാറി, ഞങ്ങളെ ഇത്രേ പറഞ്ഞോളൂ. ചീത്ത വിളിച്ച് അവന്റെ ക്ലാസ്സിലൊക്കെ ഇടിച്ച് ഇറങ്ങണമെന്നോ എന്തോ ഒരു ചെറിയ പാവത്തിനെ വിളിച്ചോന്നറിയോ. അതാ ഈ വയലിന്റെ സ്ഥിതി. ഇപ്പം പണ്ട് ഒരു ശല്യവും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. ഇപ്പൊ നമുക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്ത് സെക്രട്ടറിയുടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, എല്ലായിടത്തും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും അതിന് ഒരു അനക്കവും ഇല്ല. ഈ കട ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ ഈ കൃഷിയാക്കും അവിടെ മൊത്തവും പ്ലാസ്റ്റിക്കാ. മൊത്തം പ്ലാസ്റ്റിക് കൊണ്ട് കിടക്കുക. വേണമെങ്കിൽ അത് ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ മൊത്തം പ്ലാസ്റ്റിക് കിടക്കും. നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അത് വേണ്ടപ്പെട്ട ഇടപെട്ട് ആ കട പൊക്കിയാൽ ഈ ശല്യം ഇവിടെ ഒഴിയും, ഉറപ്പായിട്ട് ഒഴിയും. നേരത്തെ ഇങ്ങനെയുള്ള ശല്യമൊന്നും ഇല്ലായിരുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മേളിൽ ഇരിക്കുന്നവർ അത് കൈകാര്യം ചെയ്ത് തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളെ കർഷകരെ സഹായിക്കുക. നമുക്കറിയാം, ഈ വിളവെടുപ്പ് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് എത്ര നഷ്ടത്തിലായാലും ശരി, അത് ആഘോഷിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ഈ കാണുന്നത്. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവനിത് വിസ്മാൻ.